ഉറപ്പായിട്ട് ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് കസ്റ്റമറെ മീറ്റ് ചെയ്യാൻ ആ കസ്റ്റമറുടെ അടുത്ത്, ഫോർ എക്സാമ്പിൾ റീറ്റെയിൽ ഷോപ്പിലോ ഓഫീസിലോ വിസിറ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തി തന്നെയാണ്. ആർഗ്യുമെന്റ് തർക്കിക്കാൻ പോകരുത്. ആർഗ്യുമെന്റ് നമുക്കറിയാം, ഒരു കസ്റ്റമറെ മീറ്റ് ചെയ്യാൻ ഓഫീസിലോ പോയിരിക്കുമ്പോൾ അയാൾ പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിന് എതിര് പറയാൻ നിൽക്കരുത്. അയാളുടെ സ്റ്റേറ്റ്മെന്റ് എന്തുമാകട്ടെ, കസ്റ്റമർ ഈസ് ഓൾവേസ് റൈറ്റ് എന്നുള്ള ഒരു ഒപ്പീനിയനിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ്, ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് നിൽക്കേണ്ടതാണ്. ആർഗ്യുമെന്റ് പറഞ്ഞുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ പൊളിറ്റിക്സ് പറഞ്ഞുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ഏരിയയെ കുറിച്ചിട്ട് സംസാരിച്ച് അയാളോട് തർക്കിച്ചുകൊണ്ടിരുന്നാൽ ആ തർക്കം മാത്രമാണ് അവിടെ സംഭവിക്കുകയുള്ളൂ. സെയിൽസ് ക്ലോസിംഗ് നടക്കില്ല. കസ്റ്റമർക്ക് പറയുന്ന കാര്യങ്ങൾ, അങ്ങനെ കസ്റ്റമർ പറയുന്ന കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ കസ്റ്റമറെ ലിസൺ ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. ഒരു നല്ല സെയിൽസ് എക്സിക്യൂട്ടീവ് ലിസണിങ് പേഴ്സൺ ആയിരിക്കണം. അയാൾ വളരെ ശ്രദ്ധയോടെ, സൂക്ഷ്മതയോടെ, സ്മൈലോടെ, പുഞ്ചിരിച്ചുകൊണ്ട് ആ കസ്റ്റമറെ നോക്കിക്കൊണ്ട് ഇരിക്കാൻ സാധിക്കണം. നോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയല്ല, അയാളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് സ്മൈലോടെ അയാൾ പറയുന്ന കാര്യങ്ങൾ ബെസ്റ്റായ ഒരു ബോഡി ലാംഗ്വേജോടെ അത് ശ്രവിച്ചുകൊണ്ടിരിക്കാൻ ആ ഒരു ആക്ഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അയാൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ ഒരു കാരണവശാലും എതിർത്ത് വാദിച്ച് വിജയിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ അവിടെ വന്നിരിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം ഓർഡർ എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അവിടുന്ന് വേണ്ടത് ഓർഡറാണ് വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പർപ്പസിനാണോ അവിടെ പോയിരിക്കുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ സാറ്റിസ്ഫാക്ഷൻ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ കസ്റ്റമറായിട്ട് ഒരു ബാർഗെയിൻ ചെയ്ത നമുക്ക് കിട്ടുന്നത്, അവസാനം കിട്ടുന്നത് എന്തായിരിക്കും? കുറച്ച് ഹെഡേക്ക് ആയിരിക്കും. അയാൾ ഓർഡർ തന്നില്ല, 1 മണിക്കൂർ 2 മണിക്കൂർ വെറുതെ ഇരുന്ന് തർക്കിച്ച് സമയം കളഞ്ഞു, ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. അങ്ങനെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവോ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവോ സമയം ജീവിതത്തിൻ്റെ പാഴാക്കുന്നത് എന്തിനാണ്? അത് മാത്രമല്ല, കുറച്ച് ഹെഡേക്കുകളും നമ്മുടെ തലയിൽ കിട്ടുകയാണ്. അതുമായിട്ട് നമ്മൾ ചിലപ്പോൾ ആ ദിവസം തള്ളി നീക്കേണ്ടി വരും. ആ ആർഗ്യുമെൻ്റായിട്ട്, ആ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരമായിട്ട്, ആ ഫൈറ്റിംഗ് ആയിട്ട് ഒരു ദിവസം വെറുതെ നശിപ്പിച്ച് കളയരുത്. ഇന്നത്തെ കാലത്ത് പലരും പറയും ഷുഗറും പ്രഷറും സംഭവിക്കുന്നത് പഞ്ചസാരയുടെ ഉപയോഗം അല്ലെങ്കിൽ ലഡു കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല. നമ്മളെ മൈൻഡ് എപ്പോഴും റിലാക്സ് ചെയ്തിരിക്കണം. ഒരു മൈൻഡിൻ്റെ റിലാക്സേഷൻ, ഓപ്പൺ മൈൻഡും ഒപ്പം തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിലേക്ക് വഹിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തി ആകാതെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന് കഴിയണം. അതിന് അദ്ദേഹത്തിനുണ്ടായിരിക്കേണ്ട ഒരു ബെസ്റ്റ് ക്വാളിറ്റിയാണ് വാദപ്രതിവാദങ്ങൾ നടത്താതിരിക്കണം. അതുമായിട്ട് നടന്ന് മറ്റുള്ളവരോടുള്ള ദേഷ്യം, മറ്റുള്ളവരോടുള്ള വെറുപ്പ്, ഇതൊക്കെയായിട്ട് ജീവിതത്തിൽ നടന്നാൽ അതിൻ്റെ ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് കുറച്ച് രോഗങ്ങളൊക്കെ ആയിരിക്കും. ഇതുള്ള പ്രഷറും ഷുഗറും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ആയിരിക്കും കിട്ടുന്നത്. എപ്പോഴും ഓപ്പൺ മൈൻഡായിരിക്കുക, സ്മൈൽ ഫേസ് ആയിരിക്കുക. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് തോറ്റു കൊടുക്കൂ. തോറ്റവർ ജയിച്ച ഭൂമിയാണിത്. തോറ്റു കൊടുക്കാൻ, ആവശ്യം ഉള്ളിടത്ത് മാറി നിൽക്കാനും ഒഴിഞ്ഞു നിൽക്കാനും, അവർ സംസാരിക്കട്ടെ, നമ്മൾ മാറി നിൽക്കുക, അത് ശ്രവിക്കുക. എല്ലാത്തിനും എല്ലായ്പ്പോഴും നമ്മൾ ആൻസർ കൊടുക്കണം എന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ എല്ലായിടത്തും നമുക്ക് വിജയിക്കണമെന്നും നിർബന്ധമില്ല. ചില പരാജയങ്ങൾ ചില വിജയത്തിലേക്കുള്ള കാൽവയ്പ്പുകളായിട്ട് നമുക്ക് കാണണം. അതുകൊണ്ട് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ഒരിക്കലും കസ്റ്റമറായിട്ട് ആർഗ്യുമെൻറ്റിൽ, വാദപ്രതിവാദത്തിൽ, അവരായിട്ട് തർക്കിക്കാൻ, അവരായിട്ട് ഇഷ്ടക്കുറവുണ്ടാക്കുന്ന രീതിയിൽ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാതിരിക്കണം. നിങ്ങളുടെ സെയിൽസ് ക്ലോസിങ്ങിന് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്.